കൊച്ചി കോർപ്പറേഷൻ എളമക്കര സൗത്ത് 21ാം ഡിവിഷൻ NDA സ്ഥാനാർത്ഥിയാണ് KK പീതാംബരൻ. കുടിവെള്ളം, പാർപ്പിടം, മാലിന്യ നിർമ്മാർജ്ജനം, വെള്ളക്കെട്ട്, കൊതുകു നിവാരണം, യാത്രാ സൗകര്യം തുടങ്ങി അടിസ്ഥാന വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് KK പീതാംബരൻ പ്രചാരണത്തിൽ സജീവമാകുന്നത്. അവിടെ എറണാകുളം മാർക്കറ്റിൻ്റെ വികസനം ഇപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെടുത്ത് അതിൻ്റെ ഫോട്ടോ സഹിതം ഇടതും വലുതും രണ്ടുപേരും കൂടി ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിന് യഥാർത്ഥത്തിൽ പണം മുടക്കിയത് ആരാണ്, അതിൻ്റെ വിഹിതങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ യഥാർത്ഥ ചെലവ് ഏത് രീതിയിലാണ് വഹിച്ചത്, ഈ മാതിരിയുള്ള യാതൊരു കാര്യങ്ങളും പറയാതെ എൻ്റെ വികസനമാണ് അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയാണ് എന്ന് പറയുന്ന ഒരു സമീപനം, അത് തെറ്റായ പ്രവണതയാണ്. കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്താലും ശരിയാണ്, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് പറയാനുള്ള ആർജവം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാവണം. ഞാൻ ഒരു ചെറിയ കാര്യം കൂടി പറയാം. ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ ഗുണകരമായ 70 വയസ്സ് പൂർത്തിയായവർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പരിപാടി നരേന്ദ്രമോദിജി നേരിട്ട് നൽകിയ പരിപാടിയാണ്. പക്ഷേ ഇവിടുത്തെ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന കക്ഷി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്ത് അത് നടപ്പിലാക്കാതെ വന്നതുകൊണ്ട് അനേകായിരം കുടുംബങ്ങളുടെ അനേകായിരം പേരുടെ ആ ഒരു ചികിത്സാ സൗകര്യമാണ് ഇവിടെ നിന്ദ്യമായി നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. വെറും ക്രൂരതയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ് എന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ GST എന്ന് പറയുന്ന ഒരു സംഭവം, ഏകീകരിച്ചുള്ള GST, ഗുഡ് സർവീസ് ടാക്സ്, ആ ടാക്സ് ഏകീകരിച്ചുകൊണ്ട് നടപ്പിലാക്കി ഇന്ത്യ ലോകത്തിന് മാതൃകയാക്കിക്കൊണ്ട് തന്നെ ഒരു ടാക്സ് സംവിധാനം കൊണ്ടുവന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കെ ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ദീപാവലിയുടെ സമ്മാനമായിട്ട് പ്രധാനമന്ത്രി ആരാധ്യനായ നരേന്ദ്രമോദിജി നൽകിയ ഒരു സൗജന്യമായിട്ടുള്ള നമ്മുടെ ഒരു സമ്മാനം എന്ന നിലയിൽ, ദീപാവലി സമ്മാനം എന്ന നിലയിൽ നൽകിയ ഒരു കാര്യമാണ് GST വെട്ടിക്കുറച്ചുകൊണ്ടുള്ള സംഭവം. അതായത് 18% വരെയും GST ഉണ്ടായിരുന്ന എല്ലാ സാധനത്തിനും ഇപ്പോൾ 4% കുറച്ചു. അത്യാവശ്യമുള്ള മരുന്നുകൾക്ക് ആയുർവേദമായാലും അലോപ്പതി ആയാലും ഹോമിയോപ്പതി ആയാലും എല്ലാ മരുന്നുകളുടെയും വില ഏറ്റവും ചെറിയ രീതിയിലുള്ള, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില മരുന്നുകൾ, ഔഷധങ്ങൾ സൗജന്യമായി കൊടുക്കുന്ന പദ്ധതി പോലും നരേന്ദ്രമോദി ആവിഷ്കരിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് ആദ്യമേ തന്നെ പറഞ്ഞു GST കുറച്ചെങ്കിലും അതിൻ്റെ ആനുകൂല്യം, വിലക്കുറവ് ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കാനിടയില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ കുത്തക മുതലാളിമാരുമായുള്ള ഒത്തുചേർന്നുള്ള കള്ളക്കളിയിൽ നിന്നുമാണ് ആ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ ഇത്രയും ഭാരിച്ച ടാക്സ് നിയമം ലോകത്തൊരിടത്തുമില്ലാത്തതാണ് ബിൽഡിംഗ് ടാക്സ് എന്ന് പറയുന്നത്. ഒരു ചെറിയ 5 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ 2 സെൻറ്റ് സ്ഥലം, അതിലൊരു കൊച്ചു വീട് വയ്ക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവൻ്റെ നട്ടലൊടിയും ഇവിടുത്തെ നികുതി ഘടന കൊണ്ട്, നികുതി സംവിധാനം കൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നു. ആധുനിക സംവിധാനത്തോടു കൂടിയ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഇവിടുത്തെ രാത്രി കാലങ്ങളിലുള്ള പ്രകാശം, അതുപോലെ നഗര സൗന്ദര്യവൽക്കരണം, ഇതൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ ഈ നാടിൻ്റെ മുഖച്ഛായ മാറും. അങ്ങനെയുള്ള ഒരു സമഗ്രമായ ഒരു പരിപാടിയും പദ്ധതിയുമാണ് NDA ലക്ഷ്യമിടുന്നത്. അതിനുള്ള കർമ്മ പദ്ധതിയാണ് ഞാനും ഇതിനോട് മുന്നോട്ട് വരുന്നത്.